What is happening today, say in Bangladesh, is a clear reminder of us how precious liberty is for us. But many of you are the post-emergency generation. Therefore, it's very easy to take freedom for granted. It is simple to take liberty for granted. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ജനത ഒരു വിഭാഗമാണെങ്കിൽ പോലും ഇന്ന് അവിടെ വളരെ പ്രതിസന്ധികളെയും നഷ്ടം ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നാം അത് നിലനിർത്തണം, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുത. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞത് ബംഗ്ലാദേശിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. എന്താണ് ബംഗ്ലാദേശിൽ നടന്നത് അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷെയ്ഖ് ഹസീന എന്ന അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഭരണത്തെ അട്ടിമറിക്കുകയും അവരുടെ ജീവന് അപായം സംഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരെത്തുകയും ചെയ്തപ്പോൾ അവർ ഇന്ത്യയിലേക്ക് കടന്ന് ഇന്ന് ഇവിടെ അവരുടെ ജീവൻ നിലനിർത്തി കഴിയുകയാണ്. അവർ 4ാമത്തെ തവണയാണ് ഇപ്പോഴധികാരത്തിൽ വന്നത്. 2009 മുതൽ 2024 ജനുവരിയിൽ 4ാമത്തെ തവണ അവർ പ്രധാനമന്ത്രിയായി. ഇതിൻ്റെ ഇടയിൽ അവിടെ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് വേണ്ടി സമരം ചെയ്ത ത്യാഗങ്ങൾ അനുഭവിച്ച കുടുംബങ്ങൾക്ക് 65% ഉദ്യോഗസ്ഥ സംവരണം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അതിനെതിരെ നിയമ നടപടികൾ വന്നു, പ്രക്ഷോഭം ഒക്കെ ഉണ്ടായി. അതിൽ സുപ്രീം കോടതി ഇടപെട്ട് ആ 65% എന്നുള്ളത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അവിടെ ഒരു അട്ടിമറിക്കോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ നേർക്കുള്ള ആക്രമണത്തിനോ ഒന്നും യാതൊരു സാധ്യതയോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ മറ്റ് ചില വസ്തുതകളിലേക്കൊന്ന് കടക്കേണ്ടതായിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത് സ്ത്രീയാണ്. ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് ഒരു സ്ത്രീ ഭരണം നടത്തുകയാണ് എങ്കിൽ ആ രാഷ്ട്രത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ബുഖാരിയുടെ സഹീഹ് ആയിട്ടുള്ള ബുക്ക് നമ്പർ 88 വോളിയം 9 219 ഹദീസിൽ പറയുന്നത്, ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയാളുകയാണെങ്കിൽ നടത്തുകയാണെങ്കിൽ ആ രാഷ്ട്രത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വഹാബിസവും അതുപോലെ സലഫിസവും ഒക്കെ ഇന്ന് വളരെയേറെ പ്രചാരത്തിൽ വന്നിരിക്കുന്നു. ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റലിസത്തിലേക്ക് ആ മതവിശ്വാസികളെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളും വളരെ സത്വരമായി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു മൗലികമായിട്ടുള്ള ഒരു സിദ്ധാന്തം ആയിരുന്നിരിക്കണം ഒരുപക്ഷെ ഹസീനയുടെ ഭരണത്തെ അട്ടിമറിക്കുവാൻ അവിടുത്തെ ഉള്ള ഈ ഫണ്ടമെൻ്റലിസ്റ്റുകളെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടുണ്ടായത് ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ മതവിശ്വാസികളെയൊക്കെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു വശം അന്യമത വിശ്വാസങ്ങൾ തെറ്റാണ്, സത്യമതം അവരുടേത് മാത്രമാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള മതവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പാപമോ അല്ലെങ്കിൽ തെറ്റായൊരു കാര്യമോ അല്ല തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ, ബുദ്ധവിഹാരങ്ങൾ, ക്രിസ്തുമത വിശ്വാസികളുടെ പള്ളികൾ ഇതൊക്കെ നശിപ്പിക്കുകയും ആക്രമിക്കുകയും ഒക്കെ
ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ദയനീയമായ ചിത്രങ്ങൾ, പെൺകുട്ടികളെയൊക്കെ കെട്ടിയിടുന്ന കാഴ്ചകൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ഒരു മത മേധാവി പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാവരെയും ഇവിടെ നിന്നും തുടച്ചു നീക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ മതവിശ്വാസത്തിൻ്റെ മൗലികതയിലേക്ക് മടങ്ങിപ്പോകുന്ന ഇസ്ലാമിനെയാണ് നമുക്കിന്ന് ബംഗ്ലാദേശിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളും ബുദ്ധമത വിശ്വാസികളും ക്രിസ്ത്യാനിമാരുമെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സത്വരമായ ശ്രമങ്ങൾ നടത്തുന്ന കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ബംഗ്ലാദേശും ഇന്ത്യയുമായി വേർതിരിക്കുന്ന അതിർത്തിയിൽ ഒരു നദിയുടെ അക്കരെ നിന്നുകൊണ്ട് ഇക്കരയിലേക്ക് നോക്കി പ്രതീക്ഷയോടുകൂടി ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മോഡി ഭരിക്കുന്ന ഈ രാജ്യത്ത് മോഡി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ തരത്തിലുള്ള സംഭവങ്ങൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിക്കും എന്നുള്ള ദീർഘവീക്ഷണം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പൗരത്വ നിയമത്തിലെ ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ അല്ലാതെയുള്ളവർക്ക് പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് സ്ഥിതിവിശേഷം ഉണ്ടാകുന്നവർക്ക്, സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല അവിടങ്ങളിൽ എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരാം, അവർക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകുകയും ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. നിയമം തിരുത്തിക്കൊണ്ടുവന്നു. അതിനെന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവിടെ നടന്നത് എന്ന് നമുക്കറിയാം. അതൊരു മതവിശ്വാസത്തെ ആക്ഷേപിക്കുന്നതിനോ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതോ അല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ മതവിശ്വാസം അനുസരിച്ച് മറ്റുള്ളവരുടെ ആരാധനാ രീതികളും ഒന്നും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശ് രൂപീകരിക്കുന്ന സമയത്ത് അവിടുത്തെ ഹിന്ദു ജനസംഖ്യ 20% അതായത് 71. ഇപ്പോഴത് 8% താഴെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവിടെയുള്ള അന്യമതസ്ഥരുടെ ജീവിതം ദുരന്തപൂർണമാണ് എന്നുള്ളത്. ഇത് കണക്കാക്കിയാണ് ഈ പൗരത്വ ഭേദഗതി വന്നത്. പക്ഷെ അതിനെ ആക്ഷേപിക്കുകയും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. വളരെ ദുഃഖകരമായ ഒന്ന്, ഈ കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP, അദ്ദേഹം പറയുകയാണ്, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയാൻ പാടില്ല. പിന്നെ ആരനുഭവിക്കുന്നതാണ് എന്നാണ് പറയേണ്ടത്? അത് അദ്ദേഹം പറയുന്നതില്ല. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിം മതവികാരങ്ങൾ വ്രണപ്പെടും എന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടാവും. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ താൻ അവരുടെ രക്ഷകനായി ചമഞ്ഞ് അവരുടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ചില പ്രസ്താവനകളാണ് ഇതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ ഇനിയും ഈ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ജനസംഖ്യ അമിതമായി വർദ്ധിക്കുമോ എന്നൊരു ഭയം ഉണ്ടാകാം. അതിൻ്റെ ആവശ്യമില്ല. ഈ പൗരത്വ രജിസ്റ്ററും എന്നൊരു നിയമം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ച് അനധികൃതമായി കടന്നു കയറി താമസിക്കുന്ന ആൾക്കാരെ ഇവിടെ നിന്നും അവരവരുടെ നാടുകളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാകുമെങ്കിൽ ഒരുപക്ഷെ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, അതേപോലെ ബുദ്ധ, ജൈന തുടങ്ങിയിട്ടുള്ള മതസ്ഥരുടെ അംഗസംഖ്യയേക്കാൾ, എണ്ണത്തേക്കാൾ കൂടുതൽ ഇവിടെ അനധികൃതമായി താമസിക്കുന്നവരുണ്ടാകും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്റർ നിയമവും ഒരുമിച്ച് നടപ്പാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു പോപ്പുലേഷനെ, ജനസംഖ്യയ്ക്ക് സാരമായ വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന ആ മതവിശ്വാസികൾക്ക് അവർക്ക് ജീവിക്കാൻ സാധിക്കും. കാര്യം ഹിന്ദുക്കളും ബുദ്ധനും ക്രിസ്ത്യാനിയൊക്കെ അവിടെ നിന്ന് ധാരാളം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവിടെ ജനസംഖ്യ അത്രമാത്രം കുറയുന്നു.
അപ്പോൾ ഈ അനധികൃതമായി വന്നവർക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള സ്പേസ് അവിടെയുണ്ട്. അങ്ങനെ എല്ലാ മതസ്ഥരും സന്തോഷമായി അവരവരുടെ നാടുകളിൽ ജീവിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഈ ഗവൺമെന്റ് കുറെ കൂടെ സത്വരമാക്കി നടപ്പിൽ വരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.